സാമൂഹ്യക്ഷേമ പെൻഷൻ മുടങ്ങാതെ കൊടുക്കും, അതിനുള്ള നടപടികൾ സ്വീകരിക്കും. ഈ മാസത്തെ പെൻഷൻ ഉത്തരവ് നാളെ ഇറങ്ങുമെന്നും മുഖ്യമന്ത്രി വി.ഡി. സതീശൻ സഭയിൽ വ്യക്തമാക്കുകയുണ്ടായി. എന്നാൽ ഇതിന് തൊട്ടു പിന്നാലെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പെൻഷൻ വിതരണത്തിലെ ചില പ്രായോഗിക തടസ്സങ്ങളും അർഹരായവർക്ക് ആനുകൂല്യം നിഷേധിക്കപ്പെടുന്ന സാഹചര്യവും സഭയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. മകൻ അമേരിക്കയിലായതിന്റെ പേരിൽ മാത്രം ഒരു വൃദ്ധയ്ക്ക് പെൻഷൻ നിഷേധിച്ച സംഭവമാണ് അദ്ദേഹം പ്രധാനമായും ചൂണ്ടിക്കാണിച്ചത്. ഇവിടെയാണ് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ പക്വമായ രീതിയിൽ മറുപടി പറയുന്നത്. സാധാരണ രാഷ്ട്രീയ വാഗ്വാദങ്ങൾക്ക് മുതിരാതെ പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ച വസ്തുതയിലെ സത്യാവസ്ഥയെ അദ്ദേഹം പൂർണ്ണമായി അംഗീകരിച്ചു. ചുറ്റുപാടുകൾ മികച്ചതാണെന്ന് കരുതി ആ വീട്ടിലെ വയോധികർ പെൻഷന് അർഹരല്ലെന്ന മുൻവിധി തികച്ചും തെറ്റാണെന്ന് മുഖ്യമന്ത്രി തുറന്നു സമ്മതിച്ചു. കനത്ത ചൂടിൽ വലഞ്ഞതിനാൽ വൃദ്ധയായ അമ്മയ്ക്ക് AC വെച്ച് നൽകിയെന്നതുകൊണ്ട് പിന്നീട് അവർക്ക് പെൻഷൻ നിഷേധിക്കപ്പെട്ടു. ഇക്കാര്യങ്ങൾ സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞതിൽ വസ്തുതയുണ്ടെന്നുമാണ് വി.ഡി. സതീശൻ പറഞ്ഞത്. ഇവിടെ പ്രതിപക്ഷത്തിന്റെ വിമർശനത്തെ പോസിറ്റീവായി സ്വീകരിച്ചുകൊണ്ട് മുഖ്യമന്ത്രി മറുപടി പറയുകയാണ് ഉണ്ടായത്. ആ ദൃശ്യങ്ങളൊന്ന് കണ്ടു നോക്കാം. AC-യുടെ കാര്യം, ഒരു വീട്ടിൽ AC ഉണ്ടെങ്കിൽ അതിൻ്റെ പേരിൽ ക്ഷേമ പെൻഷൻ നിഷേധിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. രോഗികളായിട്ടുള്ള ആളുകൾക്ക് ഡോക്ടർമാരാണ് പലപ്പോഴും AC നിർദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഡയാലിസിസ് ആയ പേഷ്യൻസ്, അവരെ കൊണ്ടുപോകാൻ വേണ്ടി ചിലപ്പോൾ നാട്ടുകാരൊക്കെ പണം പിരിച്ച് വാഹനം വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അത്തരം ആളുകൾക്ക് പെൻഷൻ നിഷേധിക്കപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. അത്തരം മാനദണ്ഡങ്ങളിൽ ഇളവ് വരുത്താൻ സർക്കാർ ഉദ്ദേശിക്കുന്നുണ്ടോ എന്നാണ് ചോദിക്കാൻ ഉദ്ദേശിച്ചത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉദാഹരണം പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇടപെടാൻ നോക്കിയത്. ഈ ലോസ് ആഞ്ചലസിൽ പോയയാൾ ഒരു പെൻഷൻ വാങ്ങുന്ന അമ്മയുടെ മകൻ, അവരെ ആ മകൻ്റെ സംരക്ഷണത്തിലായിരിക്കില്ല, ഇവിടെ തന്നെ കഴിയുന്നതായിരിക്കും. പക്ഷേ മകൻ അവിടെ കഴിയുന്നു, അതിൻ്റെ ഭാഗമായിട്ട് അവിടെ പോകുന്നു. അതൊരു അയോഗ്യതയായിട്ട് കണക്കാക്കുന്നത് ശരിയാവുമോ എന്നൊരു സംശയം. ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണ്. നല്ല വരുമാനമുള്ള ഒരു കുടുംബത്തിലെ ആൾക്ക് കിട്ടുമ്പോൾ തീരെ വരുമാനം ഇല്ലാത്ത ഒരു കുടുംബത്തിലെ ഒരാൾക്ക് കിട്ടാതെ പോകുന്നു. അപ്പം ഞാൻ പറഞ്ഞല്ലോ, നിശ്ചയിച്ച സമയത്ത്, സർക്കാർ നിശ്ചയിച്ച സമയത്ത് അർഹരായി ആയിരിക്കും. പിന്നീട് അവരുടെ സാമ്പത്തിക നിലയിൽ മാറ്റം വരുത്തുകയും വീടിന് വരുമാനം ഉണ്ടാവുകയൊക്കെ ചെയ്യുന്ന സാഹചര്യം ഒരുപാട് കുടുംബങ്ങളുണ്ട്. ഇപ്പം തന്നെ വെച്ചിരിക്കുന്ന കണ്ടീഷനിൽ AC വയ്ക്കാൻ പാടില്ല എന്നുള്ളൊരു കണ്ടീഷൻ ഉണ്ട്. വ്യാപകമായ പരാതിയുണ്ട് അതിനെ സംബന്ധിച്ച്. കാരണം ഇപ്പോൾ രോഗിയായ ഒരാൾ, പ്രായമുള്ള ഒരാൾ ആ വീട്ടിൽ താമസിക്കുകയാണെങ്കിൽ ഈ കടുത്ത ചൂടിനെ അവഗണിക്കാൻ വേണ്ടി ചിലപ്പോൾ മക്കളോ ആരെങ്കിലും ഒരു AC വെച്ച് കൊടുത്തതാണ്. പരാതിയുണ്ട്. നമ്മൾ പരിശോധിക്കാം. അപ്പോൾ ആ AC ഉള്ളത് കൊണ്ട് മാത്രം പെൻഷൻ കൊടുക്കുന്നില്ല എന്നുള്ള പരാതിയുണ്ട്. അപ്പോൾ മക്കൾ വിദേശത്ത് വലിയ വരുമാനം ഉണ്ടാകുന്ന ജോലി ചെയ്യുന്നു, ആ ഒരു വരുമാനം അവർക്ക് അയച്ചു കൊടുക്കുന്നു. ആ വരുമാനത്തിൻ്റെ ഒരു ഭാഗം ഇവർക്കുള്ള ചെലവിന് വേണ്ടി അയച്ചു കൊടുക്കുന്നു. അപ്പോൾ അവരുടെ വരുമാനത്തിൽ വ്യത്യാസം ഉണ്ടായി. ഞാൻ പറഞ്ഞത് ഇതിൻ്റെ അതൊന്നും ഒഴിവാക്കാനല്ല. നമുക്ക് ഈ അർഹരായ ആളുകൾ വരുമ്പോൾ ഇതിൻ്റെ നമ്പർ കൂടുകയും അർഹരായ ആളുകൾക്ക് അതിൻ്റെ അകത്ത് എൻട്രി കിട്ടാതിരിക്കുകയും ചെയ്യും. അതുകൊണ്ട് നമുക്ക് സമയാസമയങ്ങളിൽ ഇതൊരു പരിശോധന നടത്തി പുറത്ത് നിൽക്കുന്ന അർഹരായ ആളുകളെ അകത്ത് കയറ്റാനും അനർഹരായ ആളുകളെ പുറത്ത് കളയാനും വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം വേണം. അതിനെക്കുറിച്ച് സർക്കാർ ഗൗരവമായി ആലോചിക്കുമെന്നാണ് പറഞ്ഞത്. അങ്ങ് പറഞ്ഞത് മനസ്സിലായി തീർച്ചയായിട്ടും. അതുകൊണ്ട് മക്കള് വിദേശത്താണെങ്കിലും മക്കൾ ചിലപ്പോൾ സഹായിക്കണമെന്നില്ല. ഇപ്പം ചില അമ്മമാർ പറയാറുണ്ട്, 2 മക്കളുണ്ട്, 2 മക്കളുണ്ട്, മൂത്ത ആൾക്ക് സഹായിക്കണമെന്നുണ്ട്, പക്ഷെ സഹായിക്കില്ല, അയാൾക്ക് നിവൃത്തിയില്ല സഹായിക്കാൻ വേണ്ടിയിട്ട്. രണ്ടാമത്തെ ആൾക്ക് സഹായിക്കാനുള്ള സംവിധാനമുണ്ട്, പക്ഷെ അയാൾ സഹായിക്കില്ല. ഇങ്ങനെയൊക്കെയുള്ള പല കുടുംബങ്ങളുമുണ്ട്. അതൊക്കെ നമ്മൾ പരിശോധിക്കപ്പെടേണ്ട കാര്യം തന്നെയാണ്. അങ്ങ് പറഞ്ഞത് ഗൗരവമായിട്ട് തന്നെ എടുക്കുന്നു. ശ്രീ P.K. ഫിറോസ്.